ഹലോ ഗായ്സ്, ഈ ഫുഡിൻ്റെ പേരെന്താ നിങ്ങൾക്കറിയോ? ഞങ്ങളുടെ ഇവിടേക്ക് ഇതിൻ്റെ മുട്ടയപ്പം എന്ന് പറയും. ഇതുണ്ടാക്കുന്ന രീതി എങ്ങനെ നമുക്ക് നോക്കിയിട്ടുണ്ടല്ലോ. ബാ, പറഞ്ഞൂടാ ഇടുന്ന പത്രം നാട്ടുകാരൊക്കെ അടിച്ചു മാറ്റിയത്. എനിക്കിതുണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഉണ്ടാക്കാൻ അറിയാവുന്ന ആ ശബ്ദത്തിന് ഉടമ ഒന്ന് കൊണ്ടുവന്ന് ഇത് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കണ്ടു പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ കയ്യിൽ നിന്നല്ല വീണു പോവോ, എൻ്റെ വായിന്ന് കേൾക്കും. പാവം ഞാൻ എന്തൊക്കെ പറയുന്നത് നോക്കിയാണ്. ഇങ്ങനെ ഓരോന്ന് കേട്ട് കഷ്ടപ്പെട്ട് ഓരോന്ന് കണ്ട് പഠിച്ച് അത് ഓരോ രീതിയിൽ വീഡിയോസാക്കി സെറ്റാക്കി പോസ്റ്റാക്കി ഇടുമ്പം ആ വീഡിയോസൊന്നും കാണാനും ആരുമില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും ആരുമില്ല. ഇനി നോക്കിക്കോ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരെയും ഉറുമ്പ് കടിക്കും. സത്യമായിട്ടും കടിക്കും. അതും ചെറിയ ഉറുമ്പൊന്നുമല്ല, കട്ടുറുമ്പ് കടിക്കും. അപ്പോൾ കട്ടുറുമ്പിൻ്റെ കടിയൊന്നും കിട്ടണമെങ്കിൽ വീഡിയോസ് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്ക്. എൻ്റെ ഉമ്മമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ മുട്ടയപ്പം എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു. എന്നിട്ടൊരു കഥയും പറയും. പണ്ട് പുതിയാപ്പിളമാർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആഹാരമായിരുന്നു ഈ മുട്ടയപ്പം എന്ന് പറയുന്നത്. അമ്മായിമാർ മുട്ടയപ്പം ഉണ്ടാക്കി കൊടുക്കാത്തപ്പോൾ കെറിച്ചു പോയ കുറേ പുയ്യാപ്പിളമാരെ കഥയും ഉമ്മച്ചി പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ഈ ഷവർമായി ഷവായി ഒന്നും ഇല്ലല്ലോ. അപ്പം ശരി, ബൈ, ടാറ്റാ.